ഹായ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് മദ്രാസി എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂവിലേക്ക് പോവാം. സത്യത്തിൽ ശിവകാർത്തികേയൻ എന്നതിനേക്കാൾ ഉപരി മുരുകദോസ് എന്ന് പറയുന്ന ഒരു ബാനറുകാരനാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. കാരണം ശിവകാർത്തികേയൻ എന്ന് പറയുന്ന നടനെ മുരുകദോസ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആകാംക്ഷ. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മലയാളത്തിൽ നിന്ന് ബിജു മേനോൻ അഭിനയിക്കുമ്പോൾ എന്തായിരിക്കും റോൾ എന്നുള്ള ഒരു വിഷയമാണല്ലോ. അതിൽ ചിത്രം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 വാക്കുകളിലൂടെ നമുക്ക് ആ ചിത്രത്തെ വിശേഷിപ്പിക്കാം: ഡില്യൂഷൻ, ആക്ഷൻ ആൻഡ് ലവ്. ഇപ്പോൾ ഈ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വെളിപ്പെടുത്തി കഴിഞ്ഞതുകൊണ്ട് ഇനി ഞാനായിട്ട് സ്പോയിൽ ചെയ്തു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ശിവകാർത്തികേയന്റെ റോൾ എന്താണെന്ന് ഞാൻ പറയാം. മാനസിക പ്രശ്നമുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ ശിവകാർത്തികേയൻ വരുന്നത്. പക്ഷേ അത് കോമഡിക്കായിട്ടൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അല്പസ്വല്പം കോമഡിക്കായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് അത്രയ്ക്ക് എഫക്റ്റീവ് ആയില്ല. അതുകൊണ്ട് SKയുടെ കോമഡി പ്രതീക്ഷിച്ചൊന്നും ആരും തിയേറ്ററിലേക്ക് പോകണ്ട എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുപ്പാക്കിയേക്കാൾ ഒത്തിരി മേലെ നിൽക്കുന്ന ഒരു പടം. SKയുടെ കംബാക്ക് അല്ലെങ്കിൽ മാരകമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയാവുന്ന ഒരു മൂവി. ഒരു NIA ഓപ്പറേഷൻ പ്രമേയമാക്കിയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. പടം മൊത്തത്തിൽ നന്നായി എന്നുണ്ടെങ്കിലും ലോജിക്കൽ അല്ലാത്ത കുറെ കാര്യങ്ങൾ ചിത്രത്തിലുണ്ട്. പിന്നെ കഥയിൽ ചോദ്യമില്ലെന്നാണല്ലോ വെപ്പ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അവസാനം പറയാം. ആദ്യം ബിജു മേനോനെ കുറിച്ച് തന്നെ പറയാം. കാരണം മലയാളിയായിട്ടുള്ള ബിജു മേനോൻ തമിഴിലേക്ക് എത്തിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ആകാംക്ഷ നിങ്ങൾക്ക് ഉണ്ടാവും. ഓവറായിട്ട് ആക്ഷനൊന്നും ഇല്ലാത്ത, എന്നാൽ വളരെ പ്രാധാന്യമുള്ള, അതും നായകനേക്കാൾ മുന്നേ സ്പെയിനിൽ ഒരു മാസ് സീനിലൂടെ പ്രത്യക്ഷപ്പെട്ട് അവസാനം നായകനെ കാണിക്കാതെ ബിജു മേനോനെ കാണിച്ച് പടം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ആ മുഴുനീള കഥാപാത്രം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ആക്ഷനോടൊപ്പം ഒരു അച്ഛൻ്റെ വികാരങ്ങൾ കൂടി പുറത്തെടുക്കേണ്ട ഒരു അഭിനയ സാധ്യതയുള്ള കഥാപാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അത് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈറ്റിലിന് മുൻപേ തന്നെ ബിജു മേനോന്റെ ഒരു നല്ല മാസ് ആക്ഷൻ സീൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വളരെ പതിഞ്ഞ രീതിയിൽ തുടങ്ങി അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അതിനൊരു ചെറുതായിട്ട് ലാഗ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്തിട്ട് സംവിധായകൻ നമുക്ക് തരും. അതായത് മനുഷ്യൻ മൃഗമായിട്ട് മാറുന്ന ഒരു അവസ്ഥ. അതാണ് സെക്കൻഡ് ഹാഫിലെ ആക്ഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, തമിഴ് സിനിമയിൽ നമ്മൾ എപ്പോഴും കാണുന്ന നായകന്റെ ആ റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കലല്ല, പകരം നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അതായത് നമ്മളും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ നമ്മളും ചെയ്തു പോയേക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒറിജിനാലിറ്റി ഉള്ള രംഗങ്ങൾ, എന്നാൽ അത് വളരെ കൊടൂര വില്ലൻ എന്നൊക്കെ പറയാവുന്ന ഒരു രീതി, പ്രത്യേകിച്ച് ക്ലൈമാക്സ്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാവുന്നത്. പിന്നെയുള്ളത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ്. അത് അനിരുദ്ധിന്റെ സ്ഥിരം ശൈലിയിൽ ഗംഭീരമാക്കിയിട്ടുണ്ട്. പക്ഷെ പാട്ടുകൾ ഒരു ആവറേജ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അതാണെങ്കിൽ പ്രത്യേക ഇമ്പാക്റ്റ് ഒന്നും സിനിമയിൽ വരുത്തിയിട്ടുമില്ല, ഈവൻ ലവ് സീനുകളിൽ വരെ. പിന്നെ ഈ ഫൈറ്റ് ഗംഭീരമായി എന്ന് പറയുമ്പോൾ അതിലൊരു 60 മാർക്കും കൊടുക്കേണ്ടത് വില്ലനാണ് കേട്ടോ. അതായത് വിദ്യുത് ജംവാൾ എന്ന ഹിന്ദി നടൻ, അദ്ദേഹം പുറത്തെടുക്കുന്ന ആക്ഷൻ ഒത്തിരി ഹൈ ലെവലായത് കൊണ്ടാണ് അതിനേക്കാൾ മേളിലേക്ക് പോകുന്ന നായകനായിട്ട് ശിവകാർത്തികേയനെ ചിത്രത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. അത്രയ്ക്ക് കൊടൂര വില്ലനായിട്ടാണ് വിദ്യുത്ത് വരുന്നത്. പിന്നെ നായിക ഒരു സാധാരണ നായിക, രുക്മിണി വസന്ത് എന്ന് പറയുന്ന നടിയാണ് അഭിനയിച്ചിരിക്കുന്നത്. കൂലിയിൽ നമ്മൾ കണ്ട ശ്രുതി ഹാസന്റെ ഒക്കെ അതേ റോള് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും തമിഴ്നാട്ടിലെ ചിത്രത്തിന് ഗംഭീര സ്വീകരണം കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. തമിഴ് സിനിമകളിൽ അമാനുഷികത നിറഞ്ഞ നായകനെ മാത്രം കണ്ട് മതിയായ മലയാളികൾക്കും റിയാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു തമിഴ് സിനിമ എന്നുള്ള രീതിയിൽ കാണാവുന്ന ഒരു നല്ല ആക്ഷൻ ത്രില്ലർ മൂവി. അപ്പോൾ ബൈ ബൈ.